അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന് വഴിപ്പെടുക എന്നത് അവന്റെ അടിമയ്ക്ക് നിർബന്ധമാണ്. മനുഷ്യൻ അല്ലാത്ത ജീവജാലങ്ങളും അല്ലാഹുവിന്റെ വഴിപ്പാടിൽ നിരതരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. വിശേഷ ബുദ്ധി കൊണ്ട് അല്ലാഹു മനുഷ്യനെ അനുഗ്രഹിച്ചത്, വിശേഷ ബുദ്ധി കൊണ്ട് മനുഷ്യനെ അല്ലാഹു പ്രത്യേകമാക്കിയത് അവനിൽ നിന്നും ഒരു വഴിപ്പാട് നിർബന്ധം ആക്കാൻ വേണ്ടി തന്നെയാണ്. മറ്റിതര ജീവികളും അനിഷേധ്യമായി അല്ലാഹുവിന് വഴിപ്പെടുന്നു എങ്കിൽ മനുഷ്യൻ എത്ര കണ്ട് താല്പര്യപൂർവവും ഗൗരവകരമായ ചിന്തയിലും അല്ലാഹുവിനോടുള്ള വഴിപ്പാടിൽ നിരതനാകണം എന്നത് നാം ഓരോരുത്തരും ആലോചിക്കണം. ഈ പ്രപഞ്ചത്തിൽ നാം അറിയാത്ത, അല്ലെങ്കിൽ നമ്മളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ധാരാളം യാഥാർത്ഥ്യങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വിവേകം മനുഷ്യരല്ലാത്തവരിൽ പോലും പലപ്പോഴും കാണപ്പെടുന്നുണ്ട്. അല്ലാഹുവിനെ ഈ ഭൂമിയിൽ നാം കാണുന്ന, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നാം അറിഞ്ഞിട്ടുള്ള മനുഷ്യനല്ലാത്ത പലതും വഴിപ്പെടുന്നതിനെ കുറിച്ച് ഖുർആൻ വിളിച്ചു പറഞ്ഞ ഒരു വലിയ സത്യമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവ്വരും അല്ലാഹുവിന് വഴിപ്പെടുന്നുണ്ട്. പ്രത്യേകം പറഞ്ഞു, വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാൽ. സൂര്യനും ചന്ദ്രനും പർവ്വതങ്ങളും അതുപോലെ തന്നെ നക്ഷത്രങ്ങളും, വശജറു വദ്ദവാബ്, ചെടികൾ ചെറുതും വലുതുമൊക്കെ, വന്നജുമു വശജറു യസ്ജുദാൻ എന്ന് മറ്റൊരിടത്തിൽ കാണാം. ചെറിയ വള്ളിച്ചെടികളും വലിയ വൃക്ഷങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വദ്ദവാബ്, മറ്റു ജീവജാലങ്ങൾ, വകസീറും മിനൻ നാസ്, മനുഷ്യരിൽ കുറെ ആളുകളും. ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിനോടുള്ള വഴിപ്പാട് ഇവിടെ നിഷേധ്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ചെയ്യൽ പ്രത്യേകം നിർദ്ദേശിച്ച് അല്ലാഹു ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കാം. നമ്മെ നന്മയിലേക്ക് നയിക്കാൻ ഈ വിശേഷ ബുദ്ധിക്ക് അനുബന്ധമായി തന്നെ പ്രവാചക നിയോഗങ്ങളും വേദഗ്രന്ഥങ്ങളുടെ പിന്തുണയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എത്രമാത്രം ഒരു മനുഷ്യൻ അധപ്പതിക്കുമ്പോഴാ ഇതിൽ നിന്നും പിന്തിരിച്ചു വ്യതിചലിച്ചു പോവാ എന്നത് എന്റെ നഫ്സിനോടുള്ളൊരു ഉപദേശം പോലെ എന്നെ കേൾക്കുന്നവരോടും കൂടി ആലോചിക്കാനായി പറയാണ്. അപ്പോൾ അല്ലാഹുവിനെ വഴിപ്പെട്ടേ പറ്റൂ. അല്ലാഹുവിന്റെ വഴിപ്പാടുകളിലേക്ക് ചേക്കേറിയേ പറ്റൂ. അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ച് അതിലായി മരിക്കണം എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും മുഖ്യമായ കാര്യമാണെന്ന് നാം തീരുമാനിച്ചേ പറ്റൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, റബ്ബ് സഹായിക്കട്ടെ. അങ്ങനെയെങ്കിൽ അല്ലാഹുവിനോടുള്ള വഴിപ്പാട് ഒരു സ്നേഹത്തിലായിരിക്കണം. അല്ലാഹുവിനോടുള്ള വഴിപ്പാട് ഒരു ആത്മാർത്ഥതയിലും ആഗ്രഹത്തിലുമായിരിക്കണം. ആഗ്രഹിച്ച് ചെയ്യണം. അല്ലാഹുവിനോടുള്ള വഴിപ്പാടുകളിൽ ഭംഗം വരുമ്പോൾ ഖേദം തോന്നണം, സങ്കടം തോന്നണം. ഇങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ മാറൽ നിർബന്ധം. ഉറക്കം എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും വലിയ ആസ്വാദനാണ് ഉറക്കം. അതുകൊണ്ടാണ് നിസ്കാരത്തിന് വേണ്ടിയുള്ള വിളിയിൽ തന്നെ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന ഒരു വിളി അതിനോടൊപ്പം ചേർത്ത് തസ്വീബ്, അസ്സലാത്തു ഖൈറും മിനൻ നൗം. ബാങ്കുകളിൽ സുബഹിയുടെ ബാങ്കിന്റെ പ്രത്യേകതയാണ് ഉറങ്ങുന്നതിനേക്കാൾ ഖൈർ, നേട്ടങ്ങൾ ഏറെ നിസ്കരിക്കാൻ വരുമ്പോൾ എന്ന് ജമാഅത്തിന് വേണ്ടിയുള്ള ക്ഷണം പള്ളിയിൽ നിന്നും നടത്തപ്പെടുകയാണ്. നിസ്കരിക്കാൻ വേണ്ടിയുള്ള ആ ക്ഷണം ഹയ്യ അലസ് സ്വല ഉണ്ട് ആവാങ്കിൽ അത് മാറ്റിയിട്ടല്ല അസ്സലാത്തു ഖൈറും മിനൻ നൗം വന്നത്. നിസ്കാരം എന്ന പ്രയോഗം സുബഹി ബാങ്കിൽ രണ്ട് തരത്തിലാണ്. ഹയ്യ അലസ് സ്വല എന്ന പ്രയോഗവുമുണ്ട്, അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന പ്രയോഗമുണ്ട്.
ആസ്വാദനം ഉറക്കം ആയി പോവാണ്. അല്ലടോ, നിസ്കാരാണ്. ഇപ്പോൾ നീ ആസ്വദിക്കുന്നതിനേക്കാളും നിനക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും ശാശ്വതമായി നിലനിൽക്കുന്നത് നിന്റെ ആ ഉറക്കത്തെ നീ അവിടെ മുറിക്ക, എന്നിട്ട് നിസ്കാരത്തിലേക്ക് കൂടാ. ഇതിനു വേണ്ടി ക്ഷണിക്കപ്പെടുന്നിടത്ത് ശരീരം ഉണരുന്നതിന്റെ ഒരുപടി മുമ്പേ മനസ്സ് ഉണർന്ന് ആഗ്രഹിച്ച് ആസ്വദിച്ചെത്താം. അങ്ങനൊരു വിഭാഗം ആളുകൾ ഭൂമിയിലുണ്ട്. അങ്ങനൊരു വിഭാഗം ഈ ഭൂമിയിലുണ്ട്. പരിശുദ്ധമായ ഖുർആൻ അവരെ എത്ര സ്തുതിച്ചാ പറഞ്ഞത്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. സൂറത്ത് സജദയുടെ 16-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതിയത്. അവർ കിടക്കുന്ന കിടപ്പറയിൽ നിന്നും തതജാഫാ ജുനൂബുഹും, പാർശ്വഭാഗങ്ങൾ തനിയെ അകന്നു പോകും. അത് യാന്ത്രികമായി സംഭവിക്കും. അലാറൻ വേണ്ട, അലാറൻ വേണ്ട. തതജാഫാ ജുനൂബുഹും, മറ്റൊരു പ്രേരണയില്ലാതെ സ്വയം സംഭവിക്കുന്ന കാര്യങ്ങൾക്കാണ് തഫാഅല ബാബ് ഉപയോഗിക്കുക. അങ്ങനെയുണ്ട് അറബി വ്യാകരണം. എങ്ങനെയാണ്? തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ, കിടപ്പറയിൽ തന്റെ ശരീരം ആ മെത്തയിൽ നിന്നും അകന്നു പോകും, തനിയാകലും. അതിനൊരു സമയമെന്ന തനിയാകലും. യദഊന റബ്ബഹും ഖൗഫ, അല്ലാഹനെ പേടിച്ചു. അതിന്റെ പേരില പേടി മാത്രമല്ല കേട്ടോ, പേടിച്ചരണ്ട് വെറുപ്പോടുകൂടെ ചെയ്യല്ല. അള്ളാഹുവിനോടുള്ള പേടിയുള്ളതിന്റെ കൂടെ കൊതിയുമുണ്ട്. റബ്ബിന്റെ സ്നേഹത്തോട് കൊതിയുണ്ട്. അള്ളാഹുവിന്റെ വാത്സല്യത്തോട്, അവന്റെ തൃപ്തിയോട് കൊതിയുണ്ട്. ഇങ്ങനെ എണീറ്റ് വന്നാലാ പേടിയുണ്ട്, കൊതിയും ഉണ്ട്, ആഗ്രഹമുണ്ട്. ആഗ്രഹിച്ച് ചെയ്തു. തഹജ്ജുദ് നിസ്കാരത്തെ കുറിച്ചായി പറഞ്ഞത്. തഹജ്ജുദ് നിസ്കാരത്തെ കുറിച്ച് ഈ ആയത്ത് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വരാൻ. ഹബീബായ നബിയെ കുറിച്ച് പറഞ്ഞത് എന്താ? ഹൈസം ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ബുഖാരിയിൽ കാണാം ഹദീസ്. സ്വഹാബികൾ പ്രകീർത്തിച്ചു മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മുത്തുനബിയെ മുമ്പൊരിക്കൽ പ്രകീർത്തിച്ച വചനങ്ങളെ ആ സദസ്സിൽ, അബ്ദുല്ലാഹ് ഇബ്നു റവാഹയുടെ അസാന്നിധ്യത്തിൽ സ്വഹാബികൾ പ്രകീർത്തിക്കുന്ന സദസ്സിൽ ഹബീബായ നബി ഇപ്പൊ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മഹാനായ അബൂ ഹുറൈറയാണ് റളിയല്ലാഹു അൻഹു. യഖുസ്സുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യദ്കുറു റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ഇന്ന അഖാകും ലാ യഖൂലു റഫസ് യഅനി ബിഹി അബ്ദുല്ലാഹ് ഇബ്നു റവാഹ. പ്രിയപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു റവാഹയുടെ അസാന്നിധ്യത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനെ പ്രകീർത്തിക്കുന്ന സദസ്സിൽ മുമ്പൊരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ ഉദ്ധരിച്ചത് പറഞ്ഞതിനെ അബൂ ഹുറൈറ തങ്ങൾ വീണ്ടും എടുത്ത് ഉദ്ധരിച്ചു. നബിയെ പ്രകീർത്തിക്കുന്നോടത്ത് സ്വഹാബി പ്രകീർത്തിക്കാൻ കൊണ്ടുവന്ന ആ ഉദ്ധരണി ഉണ്ടല്ലോ, ഒരു കവിതാശകലം. അതിലിങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. യബീതു യുജാഫി ജംബഹു അൻ ഫിറാശിഹി إذا استثقالت بالمشركين الملاجع صلى الله على محمد صلى الله عليه وسلم. ഉറക്കത്തിൽ നിന്നും ആ രാവ് എങ്ങനെയായിരുന്നു മദീനയിൽ മുഹമ്മദ് നബിയുടെ കുടുംബത്തിലെ ആ രാത്രി? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് അമ്പരന്ന് പോയ അത്ഭുതപ്പെട്ട രാവുകളായിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ രാവും കാഴ്ചവെച്ചത്. അങ്ങനെയാ, വഴിപാടുകളുടെ ആഘോഷങ്ങളായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാരുടെ ശരീരത്തിന്റെ ഭാരം കൊണ്ടും വലിപ്പം കൊണ്ടും അവർ കിടക്കുന്ന കട്ടിലുകൾ വീർപ്പുമുട്ടുമ്പോൾ മഹദിയായ ഹഫ്സയുടെ, മഹദിയായ ആയിഷയുടെ റളിയല്ലാഹു അൻഹുന്ന കിടപ്പറയിൽ ശരീരത്തിൽ ഒട്ടിക്കിടക്കുന്ന പുതപ്പ് തട്ടി മാറ്റിയിട്ട് വന്ന് അള്ളാഹുവിനെ വഴിപ്പെടുന്ന മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ആഗ്രഹമാണ് നിസ്കരിക്കാൻ വരണമെന്ന്.
അങ്ങനെ വരുന്നോടത്ത് അള്ളാഹുവിന്റെ പൊരുത്തം ഇഷ്ടപ്പെട്ടുവണ്ണം ആഗ്രഹിച്ച് ചെയ്യണം. സ്വർഗത്തിലേക്ക് പറക്കുന്ന 3 വിഭാഗമുണ്ട്. ഹിസാബിന്റെ നേരത്ത് സ്വർഗത്തിലേക്ക് പറന്നു പോകുന്ന 3 വിഭാഗമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി, നമ്മൾ ഓതി വെച്ച സൂറത്ത് സജദയുടെ ആയത്തിന് വ്യാഖ്യാനം കൊടുക്കുന്നിടത്ത് ഇമാം തുബരി, ഇമാം ഖുർത്തുബി, അതുപോലെ തന്നെ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ ദുറുൽ മൻസൂറിൽ ധാരാളം മുഫസ്സിരീങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ് പറയാം. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി, ഹബീബായ നബി തങ്ങൾ പറയാണ്, ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ എല്ലാ സൃഷ്ടികളെയും ഒരുമിച്ച് കൂട്ടപ്പെടും. വനുഫിഖ ഫിസ്സൂരി ഫൈദാ ഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൗസിലൂൻ. ജനങ്ങളെ, സൃഷ്ടികളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന അന്നത്തെ ദിവസം എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ ജിന്നഹും വഇൻസഹും, ജിന്നുകളുണ്ട്, മനുഷ്യരുണ്ട്, വൽ ഉമമു ജസിയ, മനുഷ്യര് വരുമ്പോൾ ചില സമൂഹങ്ങൾ മുട്ടുകാലിൽ ഇഴഞ്ഞു മുട്ടുകെട്ടിയ രീതിയിൽ വരും. സഫായി നിൽക്കും, പേടിച്ചരണ്ട, സഫായി നിൽക്കാം. ഫയുനാദി മുനാദ്, ആ നേരം ആ മഹ്ശറയിൽ വിളിച്ചു പറയും ഒരു മഹാനായ മലക്ക്, സതഅലമൂനൽ യൗമ മൻ അസ്ഹാബുൽ കറം. ഈ സദസ്സിൽ മാന്യന്മാരെ പ്രഖ്യാപിക്കാൻ പോവാണ്. ആരാണ് മാന്യന്മാർ എന്ന് ഈ സദസ്സിൽ പ്രഖ്യാപിക്കാൻ പോവാണിട്ടോ എന്നൊരു മലക്ക് വിളിച്ചു പറയും. അല്ലാഹു ആ മാന്യന്മാരിൽ ചേർക്കട്ടെ. 3 വിഭാഗം അവര്. മാന്യന്മാരാരാണെന്ന് പ്രഖ്യാപിക്കാൻ പോവാണേ, ശ്രദ്ധിക്കണേ. സദസ്സിൽ മാന്യന്മാരെ പ്രഖ്യാപിക്കാൻ പോവാണ്. ഒന്നാമത്തെ വിഭാഗം ലിയഖുമിൽ ഹമ്മാദൂന ലില്ലാഹി അലാ കുല്ലി ഹാൽ. വേദന വന്നപ്പോഴും സന്തോഷം വന്നപ്പോഴും അള്ളാഹുവിനെ സമാനമായി ഒരുപോലെ സ്തുതിച്ചവർ ഈ കൂട്ടത്തിലുണ്ടോ? എണീക്കൂ, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പറക്കാം. ഫയഖൂമൂൻ ഫയസ്റഹൂന ഇലൽ ജന്ന. ഒന്നാമത്തെ വിഭാഗം അവരാണ്. സങ്കടം വന്നപ്പോഴും സന്തോഷം വന്നപ്പോഴും അള്ളാഹുവിനെ ഒരുപോലെ സ്തുതിച്ചവർ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, ആരാണ് നബിയെ സ്വർഗത്തിലേക്ക് ആദ്യം കടക്കാ? സ്വഹാബിയുടെ ചോദ്യം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാ ആദ്യം സ്വർഗത്തിലേക്ക്? അവ്വൽ മൻ യുദ്ആ ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് ആദ്യം വിളിക്കപ്പെടുന്ന ആളുകള് ഈ വിഭാഗ. അതെന്നെ എപ്പോഴും പറഞ്ഞത്. മഹ്ശറയിൽ എല്ലാരും ഭയവിഹ്വലരായി സഫ് കെട്ടി നിൽക്കുമ്പോ ഒരു മലക്ക് വിളിച്ചു പറയും, ഏറ്റവും വലിയ മാന്യന്മാരെ പ്രഖ്യാപിക്കാൻ പോവാ. 3 വിഭാഗം അവര്. ഒന്നാമത്തെ വിഭാഗം മാന്യന്മാര്, കേട്ടോളൂ, സങ്കടം വന്നപ്പോഴും സന്തോഷം വന്നപ്പോഴും ഒരുപോലെ അല്ലാഹനെ സ്തുതിച്ച് അൽഹംദുലില്ലാഹ് വർദ്ധിപ്പിച്ചവരിവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ എണീക്കും. എണീക്കാൻ പറയും, അവരെണീക്കും. അവര് പറക്കും സ്വർഗത്തിലേക്ക്. ആദ്യം പോകുന്നവരവരാ. ആര്? സങ്കടം വന്നപ്പോഴും സന്തോഷം വന്നപ്പോഴും ഈ നാവിൽ അൽഹംദുലില്ലാഹ് എങ്ങനെ പതിവായിക്കൊള്ളണം. അൽഹംദുലില്ലാഹ്. സാധാരണ വർത്താനത്തിൽ കുറവല്ല. സാധാരണ വർത്താനത്തിൽ കൂട്ടണം, അത് പരമാവധി കൂട്ടണം. ഇബ്ലീസ് അകന്നകന്ന് പോവാ. ഓരോ പ്രാവശ്യവും ഈ അൽഹംദുലില്ലാഹ് എന്ന് ദിക്ർ ഒരു അടിമ പറയുമ്പോ ഇബ്ലീസ് അവനിൽ നിന്ന് അകന്നകന്ന് പോകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്ലീസിന് ഏറ്റവും വെറുപ്പുള്ള ദിക്റാണ് അൽഹംദുലില്ലാഹ്. ആരാ നബിയെ സ്വർഗത്തിലേക്ക് ആദ്യം വിളിക്കപ്പെടാം? അപ്പോഴാ പറഞ്ഞത്, അവ്വലു മൻ യുദ്ആ ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് ആദ്യം വിളിക്കപ്പെടുന്നത് അൽ ഹമ്മാദൂന ഫിസ്സറാഇ വദ്ദറാ. സങ്കടം വന്നപ്പോഴും സന്തോഷം വന്നപ്പോഴും അള്ളാഹുവിന് ഒരുപാട് സ്തുതി പറഞ്ഞവർ, അവരെ ആദ്യം വിളിക്കും. ഒന്നാമത്തെ വിഭാഗം. അവരിങ്ങനെ പറക്കും. പിന്നെയും ആ മലക്ക് വിളിച്ചു പറയും, ദേ ഇവിടെ പ്രഖ്യാപിക്കാൻ പോവാ, സതഅലമൂനൽ യൗം മൻ അസ്ഹാബുൽ കറം.
ഏറ്റവും വലിയ മാന്യന്മാർ രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്. അവരാരാണെന്ന് പ്രഖ്യാപിക്കാൻ പോവാ. എല്ലാവരും ആകാംക്ഷയോടുകൂടെ നോക്കാതെ ആരാ രണ്ടാമത്തെ വിഭാഗം? ലിയഖുമുല്ലദീൻ, ഒരു വിഭാഗമാണ് അവരോട് എഴുന്നേൽക്കാൻ പറയും. അവരാരെന്നറിയോ? തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. സൂറത്ത് സജദയുടെ 16-ാമത്തെ ആയത്തിൽ പറഞ്ഞ പാതിരാവില് ശരീരത്തിന്റെ താല്പര്യം ഉറങ്ങലാണ്. അത് അവഗണിച്ചുകൊണ്ട് ശരീരം തനിയെ ബെഡ്ഷീറ്റിൽ നിന്നും കിടപ്പറയിൽ നിന്നും മെത്തയിൽ നിന്നും അകന്ന് നിസ്കരിക്കാനായിട്ട് എണീറ്റ് വന്ന ആളുകളില്ലേ, അവരാ രണ്ടാമത്തെ വിഭാഗം. അവരും പറക്കും, സ്വർഗത്തിലേക്ക് പറക്കും. പിന്നെ മലക്ക് വരും, എന്നിട്ട് വിളിച്ചു പറയും, സതഅലമൂനൽ യൗമ മൻ അസ്ഹാബുൽ കറം. മാന്യന്മാർ മൂന്നാമതൊരു വിഭാഗവും കൂടിയുണ്ട്. എല്ലാവരും പ്രതീക്ഷിക്കും, തന്നെയാണോ, അവനെയാണോ, ഇവനെയാണോ, ആരായിരിക്കും ഇനി മൂന്നാമത്തെ വിഭാഗത്തിൽ? ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്നവരായവര്. അപ്പോഴുണ്ട് മൂന്നാമത്തെ വിഭാഗത്തെ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ലിയഖുമുല്ലദീൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാഹ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നൂറിന്റെ 37-ാമത്തെ ആയത്തിൽ അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതും നിസ്കാരക്കാരനെയാണ്. ആദ്യത്തത് സങ്കടത്തിലും സന്തോഷത്തിലും അള്ളാഹുവിനെ സ്തുതിച്ചവര്. രണ്ടാമത്തവര് തഹജ്ജുദിന് നിസ്കരിക്കാൻ എണീറ്റ് വന്നവര്. മൂന്നാമത്തെ നിസ്കാരക്കാരനെയാണ്. മൂന്നാമത്തെ വിഭാഗവും നിസ്കാരമാണ്. കച്ചവടമുണ്ടായിരുന്നു, ഒരുപാട് ബിസിനസ് ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ പറഞ്ഞേക്കണം. ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉ. കച്ചവടവും ബിസിനസ്സും തിരക്ക് പിടിച്ചു നിൽക്കുമ്പോഴും അവർക്ക് മുടക്കം വന്നില്ല. അല്ലാഹനെ അവർ മറന്നിട്ടില്ല, ദിക്റിന് മുടക്കം വന്നിട്ടില്ല. അതോടൊപ്പം മറ്റൊന്നിനും കൂടി മുടക്കം വന്നിട്ടില്ല. കച്ചവടം ബിസിനസ്സും കൂടി ആ തിരക്ക് കൂടിയപ്പോ നിസ്കരിക്കുന്നതിൽ മുടക്കം വന്നില്ല എന്നല്ല പറഞ്ഞത്. നിസ്കാരത്തിന്റെ ആദ്യ സമയത്തിൽ അത് നിർവഹിക്കുന്നതിൽ മുടക്കം വന്നിട്ടില്ല. കച്ചവടം ബിസിനസ്സും കൂടുന്നതിന്റെ കൂടെ, വർദ്ധിക്കുന്നതിന്റെ കൂടെ. അങ്ങനെ ഉണ്ടോ ഒരുപാട് കച്ചവടക്കാരുണ്ട്. ആദ്യ സന്ദർഭത്തിൽ തന്നെ നിസ്കരിക്കാൻ വേണ്ടി ഒരു സഹോദരൻ ഞാൻ ഒരിക്കൽ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ജോലി ബസ് ഓടിക്കലായിരുന്നു. ബസ് ഓട്ടുന്ന പണി നിർത്തിയിട്ട് ലോറി ഓട്ടുന്നതിലേക്ക് അദ്ദേഹം മാറി. ഞാൻ ചോദിച്ചു, ഏതാണ് നല്ലത് എന്നും ജോലി ഉണ്ടാവും ബസ്സാവുമ്പോ, എന്നിട്ടെന്താ അത് തെരഞ്ഞെടുക്കാതിരുന്ന്? അപ്പോ നിസ്കാരം അതിന്റെ ആദ്യ വക്കത്തിൽ നിർവഹിക്കല് നടക്കൂല. ലോറി ആവുമ്പോ ഓട്ടത്തില് പള്ളി എവിടെ കാണാം, ആ സന്ദർഭത്തിൽ എനിക്ക് ഇറങ്ങാം. അവനവന്റെ ഇഷ്ടമാണ്. ഇത് ഞാൻ ബസ് ഓടിക്കുന്നവരെ ചെറുതാക്കി പറഞ്ഞതല്ല. ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് പങ്കുവച്ചതാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം തെരഞ്ഞെടുക്കുകയും കൂടി ചെയ്തു. ആദ്യ വക്കത്തിൽ നിസ്കരിക്കാൻ ബസ്സിനേക്കാളും എനിക്ക് എളുപ്പം ലോറിയാണ്. അങ്ങനെയുണ്ട് കുറെ ആളുകൾ. അള്ളാഹു കൂലി തരട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ആ രണ്ട് വിഭാഗത്തെ പറഞ്ഞത്. സ്വർഗത്തിലേക്ക് പറക്കുന്ന 3 വിഭാഗത്തിൽ 2 വിഭാഗവും നേരത്തെ ഹിസാബ് പൂർണ്ണമായി മഹ്ശറയിൽ നിന്നും സ്വർഗത്തിലേക്ക് പറക്കുന്നവർ. 2 വിഭാഗവും നിസ്കാരമാണ്. ഒരു വിഭാഗം ഹംദ് കൂടുതൽ വർദ്ധിപ്പിക്കുന്നവർ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇബ്ലീസിന്റെ കുതന്ത്രങ്ങളിൽ പെട്ടുപോവാൻ നമ്മൾ. മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. പഴയ കാലത്ത്, അതായത് ആദ്യ കാലങ്ങളിൽ, ഹബീബിന്റെ ഒക്കെ വരവിന്റെ മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുൻകാല സമൂഹത്തില് ഒരു മഹാൻ ഉണ്ടായിരുന്നു. ഇബ്ലീസിന്റെ കുതന്ത്രങ്ങളെ ആ മഹാൻ പഠിച്ചു വെച്ചു. ഇബ്ലീസിന്റെ കുതന്ത്രങ്ങൾ വല്ലാത്ത കുതന്ത്രാപഹയനുള്ളത്. ഇബ്ലീസിന്റെ കുതന്ത്രങ്ങൾ പൂർവകാലത്ത് ഇബ്ലീസ് മനുഷ്യവേഷത്തിൽ വന്നു. അപ്പോഴുണ്ട് മനുഷ്യവേഷത്തിൽ വന്ന ഇബ്ലീസിനെ ആര് തിരിച്ചറിയില്ല എന്ന് ഇബ്ലീസ് വിചാരിച്ച് ഒരു മഹാൻ തിരിച്ചറിഞ്ഞു. ആ മഹാൻ ഇബ്ലീസിനോട് ചോദിച്ചു, കൈഫ അസ്നഉ ഹത്താ അകൂന മിത്ലക. ഓ ഇബ്ലീസേ, ഓ പ്രിയപ്പെട്ട സഹോദര, അദ്ദേഹത്തോട് പറയാണ്, ഇബ്ലീസ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയണത്, ഞാൻ എങ്ങനെയാണ് നിന്നെ പോലെ ആവേണ്ടത്? നിന്നെ പോലെ ആവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇബ്ലീസ് ഞെട്ടിപ്പോയി.
ഇബ്ലീസേ എന്ന് വിളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രത്യേകം പറയാൻ കാരണം. അയാളെ വിളിക്കുന്ന അബാ മുറ അങ്ങനെ വിളിച്ചു, ഓരോമന പേര്. ഏതൊരാളുടെ വേഷത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വന്നു, ആ വേഷധാരി ആയി വന്ന ഇബ്ലീസ് ആരെയാണോ അതിലൂടെ സൂചിപ്പിച്ചത് ആ ആളെ തന്നെ ഉദ്ദേശിച്ച് വിളിച്ചതായിരിക്കാം. ആ മഹാൻ ചോദിച്ചു, നിന്നെപ്പോലെ ആവാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഇബ്ലീസ് പറഞ്ഞു, അമായിൻ അറത്താൻ തക്കൂന മിഥിലി, എന്നെപ്പോലെ ആവാനാണോ നിനക്ക് ഉദ്ദേശം? എന്നെപ്പോലെ ആവണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇന്നുവരെ എന്നോട് ചോദിച്ചിട്ടില്ല. നിനക്കെന്തു പറ്റി? എന്നെപ്പോലെ ആവാൻ എന്ത് ചെയ്യണമെന്ന് ഇന്നവരെ ഒരാൾ ചോദിച്ചിട്ടില്ല. നിനക്കെന്ത് പറ്റി? നിനക്ക് എന്നെ പോലെ തന്നെ ആവണോ? ഉഹിബ്ബു ദാലിക, എനിക്ക് നിന്നെ പോലെ ആവണം. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, എന്നെ പോലെ ആവണമെങ്കിൽ നിസ്കാരത്തെ ഉഴപ്പിയാൽ മതി, നിസ്കാരത്തിൽ ഉഴപ്പ് കാണിച്ചു നടന്നാൽ മതി, നിസ്കാരത്തെ അങ്ങോട്ട് നിന്ദിച്ചു കളഞ്ഞാൽ മതി, എന്നെ പോലെ ആവാം. വലാ തുബാലി മിനൽ ഹൽഫി സാദിഖ ഔ കാദിബ, ഒരു കച്ചവടം ചെയ്യുമ്പോൾ കള്ളസത്യം പറയാൻ, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഒരു വാക്ക് തർക്കം ഉണ്ടാവുമ്പോൾ കള്ളസത്യം ചെയ്യാൻ ഒരു മടിയും വേണ്ട, എന്നെ പോലെ ആവാൻ അത് മതി. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ആ മഹാൻ പറഞ്ഞു, ഇബ്ലീസിനോട് പറഞ്ഞു, എന്നാ ഈ രണ്ട് കാര്യം എനിക്ക് പറ്റൂല. എന്തുകൊണ്ടാന്നറിയോ? നിന്നെപ്പോലെ ആവണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന ഈ രണ്ട് കാര്യം ചെയ്യാൻ എനിക്ക് പറ്റൂല. നിസ്കാരത്തെ ഒഴിവാക്കാനും പറ്റൂല, നിസ്കാരത്തിൽ ഉഴപ്പ് കാണിക്കാനും പറ്റൂല, കള്ളസത്യം ചെയ്യുന്നതിൽ ഒരു മടിയില്ലാത്ത അവസ്ഥ. ഇത് രണ്ടും ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ സത്യം ചെയ്തു പോന്നേക്കണയാണ്. അള്ളാഹുവിനോട് ഞാൻ വാക്ക് കൊടുത്തത്, എന്റെ നിസ്കാരത്തിൽ ഞാൻ ഒരു ഉഴപ്പും കാണിക്കില്ല, എന്റെ നിസ്കാരത്തിൽ ഞാൻ കച്ചറ കാണിക്കില്ല. എന്തായാലും പറയാ, നിസ്കാരത്തിൽ ഞാൻ എന്റെ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് നിസ്കാരത്തിൽ ഊടായ്പ് കാണിക്കാന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. അങ്ങനെ ഞാൻ കാണിക്കില്ല, റബ്ബിനോട് ഞാൻ ചെയ്ത വാഗ്ദാനം. അതോടൊപ്പം തന്നെ ഞാൻ കള്ളസത്യവും ചെയ്യില്ല. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, എന്നാൽ താങ്കൾ അങ്ങല്ലാത്ത മറ്റൊരാളും എന്റെ ഈ കുതന്ത്രത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല. സാക്ഷാൽ ഇബ്ലീസ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നിസ്കാരത്തെ ഉഴപ്പ് കാണിക്കാൻ പ്രേരിപ്പിക്കുന്നു, കള്ളസത്യം ചെയ്യാൻ ഞാൻ പ്രേരിപ്പിക്കുന്നു. ഈ രണ്ട് കാര്യത്തിൽ നന്നാവാൻ വേണ്ടി ഒരു മനുഷ്യനെ ഞാൻ തമാശക്ക് പോലെ ഇന്ന് വരെ ഉപദേശിച്ചിട്ടില്ലെന്ന് ഇബ്ലീസ് പറഞ്ഞു. ഇത് എന്റെ ട്രിക്ക് ഇതാണ്, താങ്കൾ അത് കണ്ടുപിടിച്ചിട്ട് തന്നെയാണല്ലോ എന്നോട് ചോദിച്ചതെന്ന് പൂർവിക സമുദായത്തിൽപ്പെട്ട മഹാന്റെ മുന്നിൽ ഇബ്ലീസ് പരാജയം സമ്മതിച്ചു എന്ന് മഹാന്മാർ രേഖപ്പെടുത്താം. അങ്ങനെയാണ് വെയിലും നിലാവും നോക്കി ജീവിച്ച മഹാന്മാരെ അഭിനന്ദിച്ചിട്ടുണ്ട് പരിശുദ്ധ പ്രമാണങ്ങളിൽ. വെയിലും നിലാവും എന്ന് പറഞ്ഞാൽ എന്താ? വെയിലും നിലാവും, വെയിലെന്ന് പറഞ്ഞാൽ വെയില് പകല്, അതായത് വെയില് സൂര്യനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണല്ലോ ഒരു ദിവസത്തെ നിർണയിക്കുക. നമ്മുടെ നിസ്കാര കണക്ക് മുഴുവനും നിഴലും സൂര്യനുമാണ്. പിന്നെ ചന്ദ്രനെ നോക്കിയതെന്താ? നിലാവ് നോക്കിയതെന്താ? അത് മാസം, ആയുസ്സിനെ കുറിച്ചുള്ള ഒരു ധാരണ. ഇങ്ങനെ ജീവിച്ച കുറെ ആളുകളുണ്ട്. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ ഏറ്റവും വലിയ മഹാന്മാരാണെന്നറിയോ? അക്രമു ഇബാദില്ലാഹി അലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ബഹുമാനം തോന്നിയിട്ടുള്ള, അള്ളാഹ് ബഹുമാനിച്ച ഏറ്റവും വലിയ മഹാന്മാരായ അള്ളാഹിന്റെ അടിമകൾ. അല്ലദീൻ യുറാഊന അശ്ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും അവർ പരിഗണിച്ചിരുന്നു, വെയിലും നിലാവും പരിഗണിച്ചിരുന്നു. ഖാലൂ യാ അബൂ ദർദാ, എന്തായി പറഞ്ഞത്? വെയിലും നിലാവും പരിഗണിച്ചു എന്ന് പറഞ്ഞ എന്താ? അൽ മുഅദ്ദിനൂൻ, വാങ്ക് വിളിക്കണ മുക്രിമാരെ പരിഗണിച്ചു എന്ന് പറഞ്ഞ വാങ്ക് കേൾക്കാൻ മഗ്രിബിന്റെ ആ വാങ്കും നിസ്കാര സമയമൊക്കെ വെയില് തീരലാണ്. ളുഹർ വെയില് നല്ല നട്ടുച്ച നേരത്തെ വരലാണ്. സുബഹി വെയില് തെളിയൽ ഖളാ ആവലാണ്. അസ്ർ ഇതെല്ലാം പള്ളിയിലെ മുഅദ്ദിൻ നിഴല് നോക്കി വാങ്ക് വിളിക്കുന്നതിനെ സൂക്ഷിച്ചിരുന്ന ആളുകൾ, അള്ളാഹുവിന്റെ മുന്നിൽ പരിഗണിക്കപ്പെടുന്നവർ, ഏറ്റവും വലിയ ബഹുമാനികൾ. കുല്ലു മൻ യുറാഇ വഖത സ്വലാത്തി മിനൽ മുസ്ലിമീൻ,
മുസ്ലിമീങ്ങളിൽ നിസ്കാരത്തിന്റെ വഖത്തിനെ നോക്കിയിരിക്കുന്നവരെ അള്ളാഹു ഏറ്റവും കൂടുതൽ ആദരിച്ചിട്ടുണ്ടെന്ന് മഹാനായ അബൂ ദർദ. കണ്ടിട്ടില്ലേ കുറെ കാരണവന്മാര് അങ്ങനെ നോക്കിടക്കിടക്ക് അവരുടെ കയ്യിൽ ഇങ്ങനെ പഴയ കാലത്തെ കീ കൊടുക്കുന്ന വാച്ചുണ്ടോ, എന്തിനുണ്ടോ അങ്ങനെ നോക്കും. മഗ്‌രിബിന്റെ സമയം അവരുടെ വർത്താനം മഗ്‌രിബ് ആവാനായിട്ടോ അസ്റാവാനായിട്ടോ ആവും, അങ്ങനെ അവർ അതിൽ തന്നെ ചിന്തിച്ച് അതിൽ മാത്രം അവരിടക്കിടക്ക് ഇങ്ങനെ നോക്കും. എത്ര ആവാനുണ്ട്, എത്രയോ നേരത്തെ അവർ തയ്യാറാവുന്നു. ഈ രീതിയിലുള്ള കുറെ ആളുകൾ അവർ ആരാണ്? നമ്മുടെ കണ്ണിൽ, നമ്മുടെ ദൃഷ്ടിയിൽ, നമ്മുടെ വീക്ഷണത്തിൽ അവർ കുറഞ്ഞവരാ. പക്ഷെ അള്ളാഹുവിങ്കിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നവരാണ് അവരെന്ന് മഹാനായ അബൂ ദർദ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ വരാൻ നിസ്കാരത്തെ ഒന്ന് അറിഞ്ഞു പിടിക്കണേ. നമ്മൾ ചെയ്തു കൂട്ടുന്ന ഈ നിസ്കാരങ്ങൾ മുഴുവൻ അപാകതകൾ നിറഞ്ഞതാണെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ നിർവഹിച്ചു കൂട്ടുന്ന നിസ്കാരങ്ങൾ അപാകതകൾ നിറഞ്ഞതാണ്. ഒന്ന് സൂക്ഷ്മമായി അതേക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ നമ്മൾ കരഞ്ഞു പോകും. നമ്മൾ നിർബന്ധമായും സമർപ്പിക്കേണ്ട ഒരു ലോഹർ ഇന്ന് ലോഹർ നിസ്കരിച്ചാൽ ആ ഇന്നത്തെ ലോഹറിന്റെ ചാൻസ് ഇന്ന് കഴിഞ്ഞു. അത് അപാകതയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരിഹാരമുണ്ടോ? ഒരു ചെറിയ പരിഹാരമൊക്കെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട്. അപാകതകൾ ഒഴിവായ ഒരു നിസ്കാരമാണ് എന്റെ നിസ്കാരം എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസ്, ഇമാം തുർമുദി അബൂ ദാവൂദ് ഒക്കെ ഉദ്ധരിച്ച ഒരു ഹദീസ്. ആദ്യത്തെ ഹിസാബ് നിസ്കാരം രക്ഷപ്പെട്ടാൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിസ്കാരം രക്ഷപ്പെട്ടാൽ ഫഖദ് അഫ്ലഹ വ അൻജഹ, പരിപൂർണ വിജയം. നിസ്കാരം പരാജയപ്പെട്ടാൽ പരിപൂർണ പരാജയം എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തിൽ കുറവുകളുണ്ട്, ഒരാൾ നിസ്കരിച്ചിട്ടുണ്ട്, കുറവുകളുണ്ട്. ആ സമയം അള്ളാഹു അവന്റെ മലക്കുകളോട് പറയും, നമ്മൾ നിസ്കരിച്ച കുട്ടിയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഖാലല്ലാഹു തആല ലി മലായികതിഹി, അല്ലാഹുവിന്റെ മലക്കുകളോട് പറയും, മലക്കുകളെ, എന്റെ ഈ അടിമയുടെ നിസ്കാരത്തിൽ കുറവുകളുണ്ട്, ശരി തന്നെ, വല്ല സുന്നത്ത് നിസ്കാരവും മൂപ്പര് നിർവഹിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചേ. ഉണ്ടെന്ന് പറഞ്ഞാൽ ഫാത്തിമുൽ ഫരീദത മിനത് തതവ്വു, സുന്നത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലം വെച്ചുകൊണ്ട് ഫർദിനെ നിങ്ങൾ പരിഹരിക്കണം, പരിപൂർണമാക്കണം എന്ന് അല്ലാഹു മലക്കുകളോട് നിർദ്ദേശം കൊടുക്കും. വഇൻ തമ്മ ജറാ ജമീഉൽ അഅമാലി അലാ ഹിസാബി ദാലിക്, എല്ലാ അമലും ഇതുപോലെ സുന്നത്തുകളെയും കൂടി പരിഗണിച്ചിട്ടാണ് അതിന്റെ നിർബന്ധിതമായ ഭാഗത്തിന്റെ അപാകതകളെ പരിഹരിക്കാതെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ നിസ്കാരം ഒരു ഭാരമായി കാണാതെ നിസ്കാരത്തെ ആഗ്രഹമായി കൊണ്ടു നടക്കാൻ അതിലേക്കൊരു പഠനം വേണം, അതിലേക്കൊരു ഒരുക്കം വേണം, അതിലേക്കൊരു താല്പര്യം വേണം, അതിലേക്കൊരു സ്നേഹം വേണം, ഒരു ഇഷ്ടം. ജീവന്റെ ജീവനായ അവസാന സമയം വരെ ഈ ബുദ്ധിയും തലച്ചോറും ഈ ഓർമ്മശക്തിയും ഒക്കെ നിലനിൽക്കുന്നിടത്തോളം കാലം നീ എത്ര തളർന്ന് കിടന്നാലും നിനക്ക് നിസ്കാരം ഒഴിവല്ലടോ, നിന്റെ റൂഹിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. അള്ളാഹു നമുക്ക് ഇങ്ങനെയൊക്കെ ആലോചിച്ചാൽ അതിന്റെ നിർബന്ധിതയിൽ നമുക്ക് അലിഞ്ഞു ചേരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവേ, നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അള്ളാഹിന്റെ ഒരു തൗഫീഖും സഹായവും ഇല്ലെങ്കിൽ പോയി. അതുകൊണ്ട് നിസ്കാരത്തിൽ ഫർദിന്റെ അപാകതകൾ പരിഹരിക്കാനുള്ള നിർദ്ദേശം മതത്തിൽ തന്നിട്ടുള്ളത് റവാത്തിബ് സുന്നത്തുകൾ അത് ചെറുതായി കാണാതിരിക്കലാണ്. റവാത്തിബ് സുന്നത്ത് ആകെ 22 റക്അത്താണ്. പലപ്പോഴും പറയാറുള്ളതാണ്, ആകെ 22 റക്അത്താണ്. അതില് ഏറ്റവും ശക്തമായ സുന്നത്ത് 10 റക്അത്താണ്. നമ്മുടെ 17 റക്അത്ത് ഫർദ് നിസ്കാരത്തിൽ അതിനോടനുബന്ധമായി വരുന്ന റവാത്തിബ് സുന്നത്ത് ആകെ 22 റക്അത്താണ്. ആ 22 നിസ്കരിച്ചു പോരുന്ന ശീലം ഉണ്ടെങ്കിൽ നിസ്കാരത്തിൽ ഫർദിൽ വരുന്ന കുറവുകൾ പരിഹരിക്കപ്പെടും. 22 നിസ്കരിക്കുന്നില്ലെങ്കിൽ വേണ്ട, അതിൽ മുഖ്യമായ 10 റക്അത്ത് ഉണ്ടായിരിക്കണം. ഞാൻ വേഗം പറയാം. ഫത്ഹുൽ മുഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങൾ, ഇസ്ലാമിക കർമ്മശാസ്ത്ര വീക്ഷണങ്ങൾ ഈ റവാത്തിബ് സുന്നത്തുകളെ സവിസ്തരം പറയുന്നുണ്ട്. വേഗം പറയാം. ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത്, ളുഹറിന് ശേഷം 4 റക്അത്ത്, അസറിന് മുമ്പ് 4, മഗ്രിബിന് മുമ്പ് 2, മഗ്രിബിന് ശേഷം 2, ഇശാഇന്റെ മുമ്പ് 2, ഇശാഇന്റെ ശേഷം 2, സുബഹിക്ക് മുമ്പ് 2, അങ്ങനെ ആകെ 22.
ഒന്നുകൂടി പറയാം. ളുഹറിന് മുമ്പ് 4, ളുഹറിന് ശേഷം 4, അപ്പൊ 8ആയി. അസറിന് മുമ്പ് 4, 12ആയി. മഗ്രിബിന് മുമ്പ് 2, 14ആയി. മഗ്രിബിന് ശേഷം 2, 16ആയി. ഇശാഇന്റെ മുമ്പ് 2, 18ആയി. ഇശാന് ശേഷം 2, 20ആയി. സുബഹിക്ക് മുമ്പ് 2, 22ആയി. ഇതാണ് റവാത്തിബ് സുന്നത്തുകൾ. ഇതിൽ ഏറ്റവും ശക്തമായത് 10 റക്അത്താണ്. ആ 10 റക്അത്ത് ഈ പറയപ്പെട്ടതിൽ നിന്നും സുബഹിക്ക് മുമ്പ് 2, ളുഹറിന് മുമ്പ് 2, ളുഹറിന് ശേഷം 2, അപ്പൊ 6ആയിട്ട്. സുബഹിന് മുമ്പ് 2, ളുഹറിന് മുമ്പ് 2, ളുഹറിന് ശേഷം 2, 6ആയി. മഗ്രിബിന് ശേഷം 2, 8ആയി. ഇശായുടെ ശേഷം 2, 10ആയി. റവാത്തിബ് സുന്നത്തുകളെ ചേർത്ത് പിടിച്ചാൽ ഫർദിന്റെ കുറവുകൾ, ഫർദ് നിസ്കാരത്തിന്റെ കുറവുകൾ പരിഹരിക്കാം. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അമൽ ചെയ്യാൻ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. നീ കേട്ടോളൂ എന്റെ പ്രിയമുള്ളവരെ, നിസ്കാരം കൊണ്ട് നമുക്ക് നേട്ടങ്ങൾ എത്രയാണ്. ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആ കാര്യം മുഖേന കിട്ടുന്ന നേട്ടങ്ങളും ആ കാര്യം നമ്മൾ നിർവഹിക്കാതിരുന്നാൽ പിന്നെ അതിന് ക്ഷീണമായി സംഭവിക്കുന്ന നഷ്ടങ്ങളും പറഞ്ഞാൽ പൊതുവെ നഷ്ടങ്ങൾ കൂടുതലുണ്ടെന്ന് പറയേണ്ടി വരും എന്നത് ആ കാര്യത്തിന്റെ ഗൗരവമാണ്. നിസ്കാരം മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്, നിസ്കാരത്തെ ജമാഅത്തായി ജമാഅത്തായി നിസ്കരിക്കാനുള്ളതാ. ഫർദ് നിസ്കാരം 5 വഖത്തും ജമാഅത്തായി തന്നെ നിർവഹിക്കാനുള്ളതാ. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ജമാഅത്ത് പതിവ് ആക്കണം. പതിവാക്കൽ ഇതുവരെ നടന്നിട്ടുണ്ടെങ്കിൽ നഷ്ടമാണ്. പതിവാക്കൽ നടന്നിട്ടുണ്ടെങ്കിൽ 5 നേട്ടം. പതിവാക്കൽ ഇതുവരെ നടന്നിട്ടില്ലെങ്കിൽ 12 നഷ്ടം. 5 നേട്ടങ്ങൾ, 12 നഷ്ടങ്ങൾ നിസ്കാരം മുഖേന ഉണ്ടാവാണ്. കേട്ടോളൂ, മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്, ജമാഅത്ത് പതിവാക്കാൻ ഇതുവരെ ഈ 40 വയസ്സോ 50 വയസ്സോ ആയിട്ട് ഇതുവരെ അത് പതിവില്ല. പല്ല് തേക്കൽ പതിവുണ്ട്, കുളിക്കൽ പതിവുണ്ട്, ഭക്ഷണം സമയത്തിന് കഴിക്കൽ പതിവുണ്ട്. കല്യാണം ആരെങ്കിലും നമ്മെ ക്ഷണിച്ചാൽ നമ്മൾ ആ ക്ഷണം സ്വീകരിച്ച് അവിടെ പോയി വയറ് നിറച്ച് ഭക്ഷണം കഴിക്കൽ നമ്മുടെ ഒരു പതിവാണ്. എല്ലാ ദിവസവും വൈകുന്നേരം അങ്ങാടിയിലേക്ക് പോവല് പതിവുണ്ട്. എല്ലാവരും ആയുള്ള സമ്പർക്കവും ബന്ധവും നിലനിർത്തി പോവല് നമ്മുടെ സ്വഭാവമാണ്. പതിവായി അതിലൂടെ വരുന്നുണ്ട്, പതിവായി അത് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ 50 വയസ്സ് 40 വയസ്സും ഈ 60 വയസ്സായിട്ട് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കൽ പതിവില്ല. നഷ്ടം 12. അങ്ങനെ പതിവുണ്ടെങ്കിൽ നേട്ടം 5. എന്ന് കേട്ടു നോക്കൂ. മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്, നേട്ടം പറയാം. ഒന്നാമത്തെ നേട്ടം ജീവിതത്തിന്റെ ഞെരുക്കങ്ങൾ അല്ലാഹു മാറ്റിക്കളയും. ഒന്നാമത്തെ നേട്ടം അതാണ്. രണ്ടാമത്തെ നേട്ടം നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്ന പതിവുണ്ടെങ്കിൽ ഖബർ ശിക്ഷ അല്ലാഹു ഉയർത്തിക്കളയും. വീടിന്റെ അകത്ത് ഉമ്മാക്കും മരുമോൾക്കോ അല്ലെങ്കിൽ മോൾക്കും ജമാഅത്ത് നിസ്കരിക്കാവുന്നതാണ്. മൂന്നാമത്തെ നേട്ടം ഇടക്കത് പറഞ്ഞതാണ്, മൂന്നാമത്തെ നേട്ടം ജമാഅത്തായി നിസ്കരിക്കുന്ന പതിവുണ്ടെങ്കിൽ മൂന്നാമത്തെ നേട്ടം അവന്റെ വലത്തെ കയ്യിൽ കിതാബ് കിട്ടും. നാലാമത്തെ നേട്ടം സിറാത്ത് എന്ന പാലത്തിലൂടെ അവൻ അതിവേഗത്തിൽ മിന്നൽ വേഗത്തിൽ പോകും. അഞ്ചാമത്തെ നേട്ടം ഹിസാബ് എളുപ്പമായി സ്വർഗത്തിൽ അവൻ പ്രവേശിക്കും. ഇങ്ങനെ 5 നേട്ടാണ്. നിസ്കരിക്കുന്നവർക്കല്ല ഇത്, നിസ്കാരത്തെ ജമാഅത്തായി ശീലിച്ചു പോന്ന ആ ശീലം ഉള്ള ആൾക്ക്. ഇനി കേട്ടോളൂ, ജമാഅത്ത് ഒരാള് പരിഗണിക്കുന്നേ ഇല്ല. അങ്ങനെയുള്ള ആൾക്ക് വരാനിരിക്കുന്നത് കേട്ടോളൂ, ജമാഅത്തായി നിസ്കരിക്കൽ ഒരാൾക്ക് പതിവില്ല. മുപ്പര് തോന്നും വല്ലപ്പോഴൊക്കെ ജമാഅത്തായിട്ട് നിസ്കരിക്കും, പതിവായിട്ടില്ല. അങ്ങനെയുള്ള ആൾക്ക് മഹാന്മാർ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖ് ബറൂസവി പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് താഹയുടെ വ്യാഖ്യാനം പറയുന്നോടത്ത് ഈ 5 നേട്ടങ്ങളെയും 12 നഷ്ടങ്ങളെയും കൃത്യമായി തന്നെ പറയുന്നുണ്ട്. കേട്ടോളൂ 12 നഷ്ടങ്ങളുണ്ട്. 12 നഷ്ടങ്ങളിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വേദനിപ്പിക്കലാണ്.
അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ശിക്ഷയാണ്, അങ്ങനെ തന്നെ പറയേണ്ടവരും. എന്തുകൊണ്ട്? നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചില്ല എന്നല്ല, പതിവായിട്ടില്ല ഇതുവരെ, ഇത്രയും നാള് ജീവിച്ചിട്ട്. നഷ്ടങ്ങൾ കേട്ടോളൂ. ദുനിയാവില് 3 നഷ്ടമാണ്. 12-ൽ 3 നഷ്ടം ദുനിയാവില, 12-ൽ 3 നഷ്ടം പിന്നെ മരണനേരത്താ, 12-ൽ പിന്നെയുള്ള 3 നഷ്ടം ഖബറിലാണ്, 12-ൽ പിന്നെയുള്ള 3 നഷ്ടം ഖിയാമത്ത് നാളിലാ. മഹാന്മാരെ പഠിപ്പിക്കാം. നീ കേട്ടോളൂ, 12 നഷ്ടങ്ങളിൽ ഒന്നാമത് പറയട്ടെ. ഒരാൾക്ക് ദുനിയാവിൽ വരുന്ന നഷ്ടങ്ങൾ, അവന്റെ ജോലി ഇടപാടുകളിൽ നിന്നും ബറക്കത്ത് എടുത്തു മാറ്റപ്പെടും. ഒന്നാമത്തെ നഷ്ടം. ദുനിയാവിലെ 3 നഷ്ടങ്ങളിൽ രണ്ടാമത്തേത് പറഞ്ഞു മനസ്സിലാക്കണം. 12 നഷ്ടം ദുനിയാവിലാണ്, അതിൽ 3 മരണനേരത്താണ്, പിന്നെ 3 ഖബറിലാണ്, 3 പിന്നെ ബാക്കിയുള്ള 3 ഖിയാമത്ത് നാളിലാണ്. ആദ്യം പറഞ്ഞത് ദുനിയാവിലെ നഷ്ടം, അവന്റെ ഇടപാടുകൾ, ജോലി, സമ്പത്ത്, തൊഴില്, എല്ലാത്തിലുമുള്ള ബറക്കത്ത് എടുത്തു മാറ്റും. ഒന്നാമത്തെ നഷ്ടത. രണ്ടാമത്തേത്, അവനിൽ നിന്നും മറ്റൊരു അമലും സ്വീകരിക്കൂല. ഈ ദുനിയാവിൽ ഇനി എത്ര തലകുത്തി മറിഞ്ഞാൽ അവന്റെ ഒരു അമലും സ്വീകരിക്കൂല. മൂന്നാമത്തെ നഷ്ടം. അപ്പൊ ഒന്നാമത്തെ നഷ്ടം അവന്റെ എല്ലാ ഇടപാടുകളിൽ നിന്നും സമ്പത്തിൽ നിന്നും ഒക്കെ ബറക്കത്ത് എടുത്തു മാറ്റപ്പെടും. രണ്ടാമത്തെ നഷ്ടം, അവന്റെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കൂല. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ നഷ്ടം, അവന്റെ മുഖത്തുള്ള ഒരു നന്മയുടെ വെളിച്ചമുണ്ട്. ആ അടയാളം, സ്വാലിഹീങ്ങളുടെ അടയാളം, അത് അള്ളാഹു എടുത്തങ്ങോട്ട് മാറ്റും. അതോടുകൂടെ ജനങ്ങളുടെ ഉള്ളില് അവനെ പറ്റി വലിയ മതിപ്പൊന്നും ഉണ്ടാവൂല. ഇത് ആരെ പറ്റി നമ്മൾ പറഞ്ഞെന്നറിയോ? നിസ്കരിക്കാത്തവനല്ല, നിസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നവൻ. ദുനിയാവിൽ കിട്ടുന്ന 3 നഷ്ടങ്ങൾ ഇതാ. മരണനേരത്ത് ഇനി 3 നഷ്ടമുണ്ട്. ആ 3 നഷ്ടങ്ങളിൽ ഒന്ന്, അവൻ വിശന്നും ദാഹിച്ചും. ഒന്നാമത്തത്, നല്ല ദാഹമായിരിക്കും അവന്റെ റൂഹ് പിടിക്കുമ്പോൾ. രണ്ടാമത്തെ നഷ്ടം, മരണനേരത്ത് അവന് നല്ല വിശപ്പായിരിക്കും. മൂന്നാമത്തെ നഷ്ടം, അവൻ സാധാരണ ഒരു മരണം പോലെയല്ല, നല്ലോണം വേദന സഹിച്ചുകൊണ്ടുള്ള ഒരു പിഴുതെടുക്കലായിരിക്കും അവന്റെ റൂഹ് പിഴുതെടുക്കാം. അതാണ് മരണനേരത്തെ 3 നഷ്ടങ്ങൾ. ഇനി ഖബറിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ 3 നഷ്ടങ്ങൾ അവനെ കാത്തിരിക്കുന്നുണ്ട്. മഹാനായ മുൻകർ, മഹാനായ നക്കീർ അലൈഹിമുസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യത്തിൽ വല്ലാതെ ഒന്ന് പേടിക്കും. അതാണ് ഖബറിൽ പറ്റുന്ന നഷ്ടം. പിന്നെയോ, നിസ്കാരത്തിന്റെ ജമാഅത്ത് പതിവാക്കി ആക്കാൻ ഇതുവരെ കഴിയാത്തവനെ നിന്നെ കാത്തിരിക്കുന്ന ഖബറിന്റെ 3 നഷ്ടങ്ങളിൽ രണ്ടാമത്തേത്, നിന്റെ ഖബർ ഇരുട്ടായിരിക്കും. മൂന്നാമത്തേത്, ഖബർ ഞെരുക്കായിരിക്കും. ഖിയാമത്ത് നാളിൽ ഹിസാബ് കടുപ്പമായിരിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കോപമുണ്ടായിരിക്കും. അതുപോലെ അള്ളാഹുവിന്റെ ശിക്ഷ നരകം വരെ ചിലപ്പോൾ കിട്ടാം, ജമാഅത്ത് നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി റൂഹുൽ ബയാനിൽ, പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് ത്വാഹയുടെ വ്യാഖ്യാനത്തിൽ ഇത് പറയുന്നുണ്ട്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഈ സംഭവത്തെ ധാരാളം മുഫസ്സിരീങ്ങൾ വേറെ റിവായത്തിലും ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോ നിസ്കാരം ജമാഅത്ത് ഉപേക്ഷിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവൻ ജമാഅത്ത് ഉപേക്ഷിക്കുന്നതിന്റെ പേരിൽ 12 നഷ്ടവും ജമാഅത്ത് പതിവാക്കുന്ന ശീലത്തിലേക്ക് അവൻ എത്തിയാൽ ആ മനുഷ്യന് അള്ളാഹു 5 നേട്ടങ്ങളും 12 നഷ്ടവും 5 നേട്ടവും കൂടി വന്ന് നിസ്കാരത്തിൽ ഇങ്ങനെ ചുറ്റി നിൽക്കുക. അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള ബോധം തരട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഈ സമൂഹത്തിനോട് അള്ളാഹുവിന്റെ ഒരു കരുണ ഉണ്ടാകുന്നത് എപ്പോഴാണെന്നറിയോ? ഈ സമൂഹത്തോട് അള്ളാഹുവിന്റെ കരുണയും സ്നേഹവും ഉണ്ടാകുന്നത് ഇവരിൽ നിസ്കാരമുള്ളപ്പോഴാണ്. ഇന്ന ഉമ്മത്തി ഉമ്മത്തും മർഹൂമ, എന്റെ സമുദായം അള്ളാഹുവിന്റെ കരുണ കിട്ടുന്ന സമുദായമാണ്. ഈ സമുദായത്തിൽ ഒരു ബലാ മുസീബത്ത് വരാതെ അള്ളാഹു തടഞ്ഞു നിർത്തുന്നത് പരിഗണന ബി ഇഖ്ലാസിഹിം,
ഈ സമുദായത്തിൽ ഇഖ്ലാസുള്ള മനുഷ്യന്മാരുണ്ട്, അവരെ പരിഗണിച്ചിട്ടാ. വസ്വലാത്തിഹിം, ഈ സമുദായത്തിൽ ഒരു നിസ്കാരമുണ്ട്, അതിന്റെ പേരില്ല. വദുആഇഹിം, ഈ സമുദായത്തിൽ ദുആ ഇറക്കുന്ന ആളുകളുണ്ട്, ദുആ ഈ സമുദായത്തിൽ ആര് ചെയ്താൽ അതിനൊരു പ്രത്യേക പരിഗണന ഉണ്ട്. അതുപോലെ തന്നെ ഈ സമുദായത്തിലെ പാവപ്പെട്ടവനെയും അള്ളാഹു പരിഗണിച്ചതുകൊണ്ടാ ഇസ്മാഈലുൽ ഹഖൽ ബറൂസവി റൂഹുൽ ബയാനിൽ ഈ ഹദീസ് വീണ്ടും പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നിസ്കാരം പോയാൽ നമുക്ക് നാശങ്ങളാണ്, നഷ്ടങ്ങളാണ്. നരകത്തിലേക്ക് പോവാൻ ഒരാള് ജമാഅത്ത് നിസ്കാരത്തെ പതിവാക്കാതെ, സാധാരണ നിസ്കാരമൊക്കെ ഉണ്ട് മൂപ്പർക്ക്, ജമാഅത്ത് പതിവില്ല, ജമാഅത്ത് ഇതുവരെ പതിവ് ആയിട്ടില്ല, നരകം വരെ എത്തുമെന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. അഹ്മദ് സമർഖന്ദിയെ പോലുള്ളവരൊക്കെ പറയുന്നുണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നില് സ്വഹാബികൾ പലരും വന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഒരു നാട്ടിൽ ജീവിച്ചിരിക്കുന്നു, അയാളാവട്ടെ പകല് മുഴുവൻ നോമ്പാ, രാത്രി നിസ്കാരവും, ജമാഅത്ത് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് അയാൾ പോകലില്ല. അങ്ങനെ വന്ന അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ എവിടെയായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ മഹാനവറുകൾ പറയുന്നുണ്ട്, ഹുവ ഫിന്നാർ, അയാൾ നരകത്തിലാണ്, അയാൾ നരകത്തിലാണ്. ഒരു മാസത്തോളം പലരും വന്ന് ഇത് മാറി മാറി ചോദിച്ചിട്ടും മഹാനവറുകൾ ഒറ്റ മറുപടിയെ പറഞ്ഞുള്ളൂ, അയാൾ നരകത്തിലാണ്. ഇത് ഹബീബിൽ നിന്നും സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിച്ച് പകർത്തി ലോകത്തോട് അറിയിച്ചതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നിസ്കാരം വലിയ ഒരു കാവലാണ്, നിസ്കാരം വലിയ ഒരു കാവലാണ്. ആ കാവൽ കിട്ടിയാൽ വലിയ ഖൈറല്ലേ. നിസ്കാരത്തിന്റെ ഒരു കാവല്, നിസ്കാരത്തിന്റെ ഒരു കാവല്. മഹാനായ വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നൽ ഹവായിജ ലം തുത്ലബ് മിനല്ലാഹി ഇല്ലാ ബിമിത്ലിസ് സ്വലാഹ്. ഒരുപാട് ആവശ്യങ്ങളൊക്കെ പഴയകാലത്തെ ആളുകൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആവശ്യങ്ങൾ അല്ലാഹുവിൽ നിന്നും നിർവഹിക്കപ്പെട്ട് കിട്ടുന്നത് എപ്പോഴാണെന്നറിയോ? നിസ്കാരത്തെ നിലനിർത്തി പോരുന്നതിന്റെ പേരിലാണ്. ഒന്ന് ശരിക്കും ആലോചിച്ച കാണാം, നിസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന സാധാരണ, ഞാൻ അത്ഭുതപ്പെടുന്നത് ഒരു മുഅല്ലിമിനെ ചിന്തിക്കുമ്പോഴാണ്. ഒരു മുഅല്ലിമിനെ ചിന്തിക്കുമ്പോൾ, ഒരു മദ്രസ മുഅല്ലിം, ഇപ്പോഴും അദ്ദേഹം വളരെ ഒരു ചെറിയ ശമ്പളത്തിൽ മാത്രം ജോലി ചെയ്യുന്ന വെറും ഒരു മുഅല്ലിം. അദ്ദേഹം പ്രായമുണ്ട്, ഒരുപാട് നടക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹം വളരെ തുച്ഛമായ ശമ്പളത്തിൽ നന്നായി ജീവിക്കുന്ന നല്ല സൂക്ഷ്മതയുള്ള ഒരു മുഅല്ലിം. അദ്ദേഹത്തിന്റെ ഉപദേശം, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ആരെങ്കിലും അദ്ദേഹം ഉപദേശിക്കുകയാണെങ്കിൽ ആദ്യം പറയും, ആദ്യം ദുഹാ നിസ്കരിച്ച് പതിവാക്കി ഇങ്ങനെ പോരാ. അപ്പൊ തഹജ്ജുദിലേക്ക് ഒരു ആഗ്രഹം വരും. അങ്ങനെ തഹജ്ജുദ് പതിവാക്കുക, തഹജ്ജുദും ദുഹായും കളയരുത് എന്ന് അദ്ദേഹം ഉപദേശിക്കുന്നത് പലപ്പോഴും കേട്ടിട്ടുണ്ട്. മുഅല്ലിം ആ ജോലി വെച്ചുകൊണ്ട് 2 പെൺമക്കളെ മനോഹരമായ രീതിയിൽ നല്ല നിലയിൽ കെട്ടിച്ചു. അദ്ദേഹത്തിന്റെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീട് ഒരാളും പിരിവെടുത്തു കൊടുത്തു എന്ന് ചിന്തിക്കുന്നില്ല. അദ്ദേഹം ആ ചെറിയ ശമ്പളം കൊണ്ട് എന്തൊരു ബറക്കത്താണ്. നല്ലൊരു വീട് വെച്ചു, വലിയ വീടൊന്നുമല്ല, ഒരു ചെറിയ വീട് വെച്ചു. അദ്ദേഹം ഭാര്യയും ഹജ്ജിനു പോയി. ഇപ്പോഴും ആ മുഅല്ലിമായി തന്നെ ഒരു ചെറിയ ശമ്പളത്തിൽ ഇപ്പോഴും തുടരുന്നു. നിസ്കാരം കൊണ്ട് കിട്ടുന്ന ഒരു വലിയ നേട്ടമാണ്. മഹാനായ വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു, തൗറാത്തിലും ഇൻജീലിലും ഒക്കെ വലിയ അവഗാഹമുള്ള മഹാപണ്ഡിതരാണ് വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയാണ്, നിസ്കാരം എന്നത് ഇന്നൽ ഹവായിസ ലം തുത്ലബ് മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നും ആവശ്യങ്ങൾ, വലിയ വലിയ ആവശ്യങ്ങളുണ്ട്, അത് തേടപ്പെടേണ്ടതില്ല. ഇല്ലാ ബിമിത്ലിസ് സ്വലാ, ഈ നിസ്കാരമൊക്കെ ഉണ്ടായാൽ മതി. ആവശ്യങ്ങൾ ഇങ്ങനെ അള്ളാഹു നടത്തി തന്നുകൊണ്ടിരിക്കും. അള്ളാഹുവിനോട് അത് പ്രത്യേകം ചോദിക്കേണ്ടതില്ല, അള്ളാഹു അതിങ്ങനെ നടത്തി തന്നുകൊണ്ടിരിക്കും. വകാനത്തിൽ ഖുറൂബുൽ ഇളാം തുക്ശഫു അനിൽ അവ്വലീന ബിസ്സലാഹ്. മഹാനായ വഹ്ബ് ബിൻ മുനബ്ബഹ് തങ്ങൾ പറയാണ്, എല്ലാ സമുദായത്തിലും നിസ്കാരം ഉണ്ടായിരുന്നല്ലോ, എല്ലാ സമുദായത്തിലും ഉണ്ടായിരുന്ന നിസ്കാരം. അത് നമ്മൾ നിസ്കരിക്കുന്ന പോലെ 5 വഖത്തായി ഈ 5 നേരത്തെ നിസ്കാരം 5 നിസ്കാരം അല്ലായിരുന്നു എന്നുള്ളതാണ്. യാക്കൂബ് നബിയുടെ ഒക്കെ ശറഇലുണ്ടായിരുന്ന മഗ്രിബാണ്, മഗ്രിബ് നിസ്കാരമായിരുന്നു. ഓരോ നബിമാരുടെയും ശറഇൽ കടന്നിരുന്ന 5 നിസ്കാരത്തെ 50 വഖത്തായി തന്നെ നിശ്ചയിക്കപ്പെട്ട് വന്ന ഈ സമൂഹത്തിൽ പിന്നീട് 5ആയി കൺവെർട്ട് ചെയ്ത് കിട്ടിയ ആ നിസ്കാരം എല്ലാ സമുദായത്തിലും ഉണ്ടായതാണ്.
മഹാനായ വഹ്ബ് ഇബ്നു മുനബ്ബഹ് തങ്ങൾ പറയാണ്, പൂർവകാലത്തെ ജനങ്ങളിൽ ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ആ വലിയ വലിയ പ്രയാസങ്ങളെ പരിഹരിക്കപ്പെട്ടിരുന്നത് നിസ്കാരം കൊണ്ടാണ്. പൂർവകാലത്തെ ആളുകൾക്ക് ആ പ്രയാസങ്ങൾ പരിഹരിക്കപ്പെട്ടത് നിസ്കാരം കൊണ്ടാണ്. പഴയ കാലത്ത് അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാവൽ കുറവാണ്. ഇനി അഥവാ ഉണ്ടായാൽ തന്നെ ഒരാള് ആ പ്രയാസങ്ങളിൽ അവന്റെ അഭയം നിസ്കാരത്തിലേക്ക് അവൻ പരിമിതപ്പെടുത്തുമായിരുന്നു. അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവന്റെ വിഷമക്കാട് മാറും. അല്ലെങ്കിൽ ഒരു ആവശ്യം നടന്നു കാണാനാണെങ്കിൽ ഖളാഉൽ ഹാജത്തിന്റെ നിസ്കാരമല്ലേ, ഹാജത്ത് നിസ്കാരം, നിസ്കരിച്ചുകൊണ്ട് ദ്വാരന്ന് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കാവല് തേടാ നിസ്കാരം കൊണ്ട് കഴിയുമായിരുന്നു. അതുപോലെ തന്നെ കേട്ടോളൂ, അള്ളാഹുവിന്റെ ഖുർആനിൽ അതിന് തത്തുല്യമായ ഒരായത്ത് മഹാനായ വഹ്ബ് ഇബ്നു മുനബ്ബഹ് തങ്ങൾ ഉദ്ധരിക്കുകയും ചെയ്തു. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതമാണ് ആയത്ത്. യൂനുസ് നബിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞിരുന്നല്ലോ, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിഥ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽപ്പെട്ടല്ലോ. ആ സമയത്ത് ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, മഹാനവറുകൾ ഒരു നിസ്കാരം പതിവുള്ള ആളായിരുന്നത്, പതിവുള്ള ആളായിരുന്നതിന്റെ പേരിൽ അങ്ങനെ ആ മഹാനവറുകൾ ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, മഹാനവറുകൾ നിസ്കരിക്കുന്ന ആളായിരുന്നു. അതിന്റെ പേരിൽ അങ്ങനെ ആയിരുന്നു. അങ്ങനെ ആയില്ലായിരുന്നുവെങ്കിൽ ഖിയാമത്ത് നാൾ വരെ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നാൽ. ഈ ആയത്തിന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്തിരിക്കുന്ന അർത്ഥം കാന മിനൽ മുസല്ലീൻ എന്നാണ്. നിസ്കാരത്തെ നിലനിർത്തി പോന്നിരുന്ന സ്വഭാവക്കാരനായിരുന്നു യൂനുസ് നബി. മഹാനവറുകളുടെ ആ നിസ്കാരത്തെ പരിഗണിച്ചതിന്റെ പേരിലാണ് മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന അർത്ഥം അങ്ങനെയാണെന്ന് പറയുന്ന ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് വഹ്ബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു അൻഹു ആപത്തുകൾക്ക് നിസ്കാരം കാവലാണെന്ന് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിസ്കാരം കാവലാണ്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ. മഹാനായ ദാനിയാൽ അലൈഹിസ്സലാം ഒരു പ്രവാചകനാണ്. പൂർവ്വകാലത്ത് ജീവിച്ചിരുന്ന ഒരു നബിയാണ് ദാനിയാൽ. ഡാനിയൽ എന്നൊക്കെ പറയും, അങ്ങനെയൊക്കെ പറയാറുണ്ട് അദ്ദേഹത്തെ പറ്റി. ദാനിയാൽ അലൈഹിസ്സലാം ഈ സമുദായത്തെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. അന്ത്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സമുദായത്തെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. ദാനിയാൽ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ സമുദായത്തോട് അങ്ങനെ വർണ്ണിച്ച കൂട്ടത്തിൽ ഈ സമുദായത്തിന്റെ പ്രധാന വർണ്ണന മഹാനവറുകൾ പറയാണ്, യുസല്ലൂന സ്വലാത്തൻ, ഈ സമുദായത്തിൽ ഒരു നിസ്കാരമുണ്ട്. ഒരു നിസ്കാരം എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിന്റെ നിസ്കാരത്തിന്റെ ശീലം, ഈ സമുദായത്തിൽ അല്ലാഹു വെച്ചിരിക്കുന്ന നിസ്കാരത്തിന്റെ സിലബസ്, നിസ്കാരത്തിന്റെ ക്രോഡീകരണം പൂർത്തിയായത് ഈ സമുദായത്തിലാണ്. ആ ക്രോഡീകരണം പൂർണ്ണമായ നിസ്കാരം അത് നൂഹ് നബിയുടെ സമുദായത്തിലെങ്ങാനും ഉണ്ടായിരുന്നുവെങ്കിൽ ആ സമൂഹം വെള്ളത്തിൽ മുക്കിക്കൊല്ലപ്പെടുമായിരുന്നില്ല, ജലപ്രളയം ഉണ്ടാവില്ലായിരുന്നു. ആ സമുദായം ഏത് സമൂഹത്തിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ, ഇങ്ങനെ ക്രോഡീകരിക്കപ്പെട്ട നിസ്കാരത്തിന്റെ സിസ്റ്റം ഏത് സമൂഹത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് 7-8 പകല് രാവുമൊക്കെ ആയിട്ട് വന്നിരുന്ന ചൂടും തണുപ്പും അതിശക്തമായ പ്രകൃതിയിലെ ഏറ്റവും വലിയ ഭീകരമായ കാലാവസ്ഥയുടെ ക്ലൈമറ്റ് ചേഞ്ച് ആകുന്നത് വഴി അവർ അതിൽ പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയാതെ അവർ മരിച്ചുപോയ ആ സമൂഹത്തെ നശിപ്പിക്കപ്പെട്ട ആ കാറ്റ് ആ കാലഘട്ടത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. അതുപോലെ തന്നെ ഈ സമുദായത്തിൽ ഇന്ന് ക്രോഡീകരിക്കപ്പെട്ട രൂപത്തിൽ വന്നിട്ടുള്ള ഈ നിസ്കാരത്തിന്റെ പരിപൂർണത പൂർവകാലത്ത് ജീവിച്ചിരുന്ന പൂർവീക സമുദായത്തിൽപ്പെട്ട സമൂത് വിഭാഗം സ്വാലിഹ് നബിയുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ഒരു വലിയ നെടുക്കം, ഞെട്ടൽ, ഒരു വലിയ പ്രകമ്പനം കൊണ്ട് ഭൂമിയെ കുലുക്കിക്കളഞ്ഞ ആ ഇദാബ് അന്ന് സംഭവിക്കുമായിരുന്നില്ല. മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു ആണ് ഇത് ഉദ്ധരിക്കുന്നത്. എന്നിട്ട് മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അലൈക്കും ബിസ്സലാ ഫഇന്നഹാ ഖുലുഖുൽ ലിൽ മുഅ്മിനീൻ.
മുഅ്മിനീങ്ങളുടെ സ്വഭാവ നിസ്കാരത്തെ ഏറ്റെടുക്കണേ, നിസ്കാരത്തെ പരിപൂർണമായി ചെയ്യാൻ ശ്രമിക്കണേ. നിസ്കാരം കൊണ്ട് കാവലുണ്ടേ. മഹാന്മാർ അങ്ങനെ പറഞ്ഞത്. കൊതിച്ചു സ്വർഗത്തെക്കാളും ഒരു മനുഷ്യന് നിസ്കാരത്തോട് ആഗ്രഹം. സ്വർഗം വേണോ നിസ്കാരം വേണോ? എനിക്ക് നിസ്കരിക്കാൻ ആ കോലായിൽ ഒരു മുസല്ലിട്ട് എന്ന 2 റക്അത്ത് ഞാൻ അവിടെ നിസ്കരിക്കുന്നതാണ് സ്വർഗത്തിലേക്ക് ഞാൻ പോകുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. അങ്ങനെ ചിന്തിച്ച മഹാന്മാരുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, വമാ ഉഅതിയ അബ്ദുൻ അതാഅൻ ഖൈറൻ മിൻ അൻ യുഅ്ദന ലഹു ഫി റകഅതൈനി യുസല്ലീഹിമാ. ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ഖൈർ 2 റക്അത്ത് നിസ്കരിക്കേണ്ട പോലെ നിസ്കരിക്കാൻ പറ്റലാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കത് അറിയാത്തതുകൊണ്ടാണ്. നിസ്കരിക്കേണ്ട പോലെ നിസ്കരിക്കാൻ ഒരാൾക്ക് ഈ ഭൂമിയിൽ അല്ലാഹു ഒരവസരം കൊടുത്തു കഴിഞ്ഞു. നിസ്കാരമാണ്. അങ്ങനെ നിസ്കരിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ മനുഷ്യന് ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഖൈർ ആ അവസരമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് മഹാന്മാരുടെ ജീവിതത്തിൽ നിസ്കാരത്തെ ആഗ്രഹിച്ചു. അവർ പലപ്പോഴും സ്വർഗത്തെ തള്ളി പറഞ്ഞിട്ടുണ്ട്. സ്വർഗമല്ല എനിക്ക് വേണ്ടത്, നിസ്കാരമാണ്. മഹാനായ മുഹമ്മദ് ബിൻ സിരീൻ റളിയല്ലാഹു അൻഹു വലിയ മഹാനല്ലേ, താബിഈങ്ങളിൽ പ്രമുഖൻ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ ശിഷ്യൻ മുഹമ്മദ് ബിൻ സിരീൻ റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ ഇങ്ങനെ സ്വപ്ന വ്യാഖ്യാനത്തെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ. സ്വപ്ന വ്യാഖ്യാനത്തിന്റെ ഒരു വലിയ കലവറ തന്നെ ഇബ്നു സിരീൻ തങ്ങളുടെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹം വലിയൊരു സ്വപ്ന വ്യാഖ്യാതാവായിരുന്നു. സ്വഹാബിയായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന ശിഷ്യനാണ്. താബിഈങ്ങളിൽ പ്രമുഖൻ ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ലൗ ഖയ്യർതു ബൈന റക്അതൈനി വ ബൈനൽ ജന്ന. എനിക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞു. ഏതാ ഇഷ്ടം, സ്വർഗാണോ അതോ 2 റക്അത്ത് നിസ്കരിക്കാൻ ഒരു മുസല്ല വിരിച്ചരാ? ഇതിലേതാ വേണ്ടത്? എന്നാൽ ആ കീറിയ മുസല്ല ലഖ്തർതു റക്അതൈനി, 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി ആ മുസല്ല ഞാൻ തെരഞ്ഞെടുക്കും. സ്വർഗത്തെ ഞാൻ മാറ്റിവെക്കും. എന്താ കാരണം? ലിഅന്ന ഫിർ റക്അതൈനി റിളല്ലാഹി തആല. 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പൊരുത്തം എനിക്ക് കിട്ടുമല്ലോ. നിസ്കരിച്ചല്ലോ അവൻ, അതിന്റെ പേരിൽ പൊരുത്തം കിട്ടും. അള്ളാന്റെ പൊരുത്തം ആണ് ഞാൻ ആഗ്രഹിക്കുക. അള്ളാഹ്ക്ക് ഇഷ്ടം ഞാൻ നിസ്കരിക്കില്ല. അള്ളാഹുവിനെ ഇഷ്ടം ഞാൻ നിസ്കരിക്കുമ്പോൾ എന്നോട് ഇഷ്ടം കൂടുതലാ. ഇഷ്ടം എനിക്ക് വേണ്ടത്. വഫിൽ ജന്നതി റിളാഇ, സ്വർഗമാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നതിൽ അതെന്റെ താല്പര്യം മാത്രമത്രേ ഉള്ളൂ. എന്റെ താല്പര്യത്തെക്കാളും എന്റെ റബ്ബിന്റെ താല്പര്യത്തെ ഞാൻ തെരഞ്ഞെടുത്തു എന്ന് മഹാനായ മുഹമ്മദ് ബിൻ സിരീൻ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. അപ്പൊ ചിന്തിച്ചു നോക്കണം, നമ്മളൊക്കെ നിർവഹിച്ചിങ്ങനെ കൂട്ടുന്നുണ്ട്. ഇതിന്റെ അളവ് എടുത്തു നോക്കുമ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി കുറവാണ് എങ്കിൽ അതിന്റെ പ്രതിഫലം കുറയും. നിസ്കാരം അളക്കും, അളന്നു നോക്കും. അളവ് ഇതിൽ ചേരേണ്ട ചേരുവകൾ ചേർന്നിട്ടില്ലെങ്കിൽ ഇത് കുറവായി തന്നെ പ്രഖ്യാപിക്കും. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചുള്ള ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഒരു ഹദീസ് ഉണ്ട്. ഇബ്നു മാജ അതുപോലെ തന്നെ ഇബ്നു അബീ ശൈബ തങ്ങളൊക്കെ പറയുന്ന ഒരു ഹദീസ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ ക്വാണ്ടിറ്റി അല്ലാഹു തൂക്കം നോക്കേ, പിടിച്ചു നോക്കും, തൂക്കം നോക്കും. ഏത് അമലും സ്വീകരിക്കണമെങ്കിൽ ഈ നിസ്കാരത്തെ മാനദണ്ഡാക്കിയിട്ടാണ്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ അമലുകൾ തൂക്കും. നിസ്കാരത്തിന് 4 റക്അത്ത് അങ്ങനെ ഉണ്ടല്ലോ. ഈ നമ്മളൊരു മൃഗത്തെ തന്നെ പരിഗണിച്ചു നോക്ക്. അറവിന് വേണ്ടിയിട്ടൊരു മൃഗത്തെ വാങ്ങി, ഒരു പോത്ത് കിടാവിനെ വാങ്ങി. 2 വയസ്സുണ്ടെന്ന് വെച്ചോളൂ. പക്ഷെ വലിപ്പത്തിൽ നാം വിചാരിച്ച വലിപ്പമല്ല, തൂക്കം കുറവാണ്. തൂക്കമുള്ളതിനും നല്ല വണ്ണവും വലിപ്പമുള്ളതിനും വണ്ണവും വലിപ്പം കുറവുള്ളതിനും വയസ്സ് 2ആണ്, പോത്താണ്. ഒരു വീട്ടിലെ 2 മൃഗങ്ങളാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, വിലയിൽ മാറ്റമുണ്ട്. ഇന്നമിൻകും നിങ്ങളിൽ ചിലർ നിസ്കരിക്കുന്നുണ്ട്. ഫലാ യുക്തബു ലഹു മിൻ സ്വലാത്തിഹി, അവൻ നിസ്കരിച്ചു കൂട്ടിയതിൽ അവന് കൂലിയായി രേഖപ്പെടുത്ത ഇല്ലാ സുലുസഹ, പരിപൂർണ കൂലിയല്ല. അവന്റെ കൂലി ചിലപ്പോൾ ആ നിസ്കാരത്തിന്റെ പൂർണ്ണമായ കൂലിയുടെ 1/3 കിട്ടൂ. ചിലപ്പോൾ 4/1, ചിലപ്പോൾ 5/1 കൂലിയാ, അല്ലെങ്കിൽ 6/1.
എത്രത്തോളം? ഹത്താ ദക്കറ ഉശ്റഹാ, 10ൽ 1 കൂലി. അവിടം വരെ ഇതിന്റെ ക്വാണ്ടിറ്റി കുറവായ രീതിയിൽ അള്ളാഹുവിലേക്ക് പരിഗണിക്കപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം അഹ്മദിന്റെ മുസ്നദിലെ ഹദീസുണ്ട്, ഇബ്നു മാജാ തങ്ങളുടെ സുനനിലുണ്ട്. മഹാനായ ഇമാം ഇബ്നു അബി ശൈബ തങ്ങൾ, ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്, മൂപ്പരുടെ മഹാനവറുകൾ റളിയല്ലാഹു അൻഹും മുസന്നഫിലും ഇത് കാണാം. നിസ്കാരത്തെ അള്ളാഹു ഒരു മഹത്തായ അമലായി വെറുതെ പ്രഖ്യാപിച്ചതൊന്നുമല്ല. നിസ്കാരത്തിന്റെ ഒരു പൂർവ്വ അമല് എവിടെയെന്ന് ചോദിച്ചാൽ മലക്കുകളുടെ അമലാണ്. മലക്കുകൾ ചെയ്തു കൂട്ടുന്ന അമലുകളുടെ അതിന്റെ ഒരു അനുകരണം പോലെയായിട്ട് നിസ്കാരം വരാം. മലക്കുകൾ പല അമലുകളും ചെയ്യുന്നുണ്ട്, അതിനെല്ലാം ക്രോഡീകരിച്ച് ഒരു പുസ്തകം പോലെ കൊണ്ടുവന്ന അതിന്റെ ഒരു ലിഖിത രൂപമാണ് നിസ്കാരം. പല രീതിയിൽ കിടന്നതിനെ അള്ളാഹു ക്രോഡീകരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ ഒറ്റ അമലാക്കി തന്നതിനെയാണ് നിസ്കാരം എന്ന പേരുകൊണ്ട് നമ്മൾ വിളിക്കാറ്. അള്ളാഹു നമുക്ക് അമല് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു സംഭവം കേട്ടോളൂ. മഹാന്മാര് പറയാറുണ്ട്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ മഹാന്മാരായ താബിഈങ്ങൾ, സലഫു സാലിഹീങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, മലക്കുകളുടെ അമലുകൾ സംഗമിച്ച ഒരു മഹത്തായ അമലാണ് നിസ്കാരം. മലക്കുകൾക്ക് പല അമലുണ്ട്. അള്ളാഹുവിന്റെ വാനലോകത്ത് 7 ആകാശങ്ങളിലും മലക്കുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാം. ആ മലക്കുകളെ അള്ളാഹു അമല് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ചില മലക്കുകളെ പരിപൂർണമായും നിസ്കരിക്കാൻ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവര് നിസ്കാരം തന്നെ നിർവഹിച്ചുകൊണ്ടിരിക്കും. അവരാവട്ടെ ഖിയാമത്ത് നാൾ വരെ നിസ്കാരം ഇങ്ങനെ നിർവഹിക്കുന്നതിൽ ഒരു കുറവും വരുത്തൂല. ഖിയാമത്ത് നാളിന്റെ വിളി കേൾക്കുമ്പോൾ അവർ ഞെട്ടിപ്പോകും. പടച്ചോനെ, ഞങ്ങൾ ഒരു അമലും ചെയ്തില്ലല്ലോ എന്ന പരാതിയും സങ്കടവും അള്ളാഹുവിന്റെ മുന്നിൽ അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം നിസ്കരിക്കാൻ തന്നെ മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെയോ ഫജഅല ലികുല്ലി അഹ്ലി സമാഇൻ നൗഅൻ മിനൽ ഇബാദ, ഓരോ ആകാശത്തിലും ഓരോ തരത്തിലുള്ള ഇബാദത്ത് അവൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഫഅഹ്ലു സമാഇൻ, ഒരു ആകാശത്തിൽ മലക്കുകളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഖിയാമുൻ അലാ അർജുലിഹിം ഇലാ നഫഖത്തി സൂർ, സൂർ എന്ന കാഹളത്തിൽ ഊതുന്നത് വരെ ആ ആകാശത്തിലുള്ള പ്രത്യേകം വിഭാഗം മലക്കുകളെ അല്ലാഹു ഏൽപ്പിച്ചത് ഖിയാമിലായി നിൽക്കാൻ. നമ്മൾ നിസ്കരിക്കാൻ കൈയിട്ടിട്ട് നിൽക്കുന്നില്ലേ, അതുപോലെ ഖിയാമിലായി നിൽക്കാൻ ഏൽപ്പിച്ചിരിക്കുക. സൂർ എന്ന കാഹളത്തിൽ ഊതുന്നത് വരെ അവർ ഖിയാമിലായിരിക്കും. മറ്റൊരു ആകാശത്തിലെ മലക്കുകളെ ഏൽപ്പിച്ചിരിക്കുന്നത് അവർ റുക്കൂഇൽ കിടക്കാണ്. അവർ ഖിയാമത്ത് നാൾ വരെ അങ്ങനെ. മറ്റൊരു വിഭാഗം മലക്കുകൾ വേറെ ഒരു ആകാശത്തിൽ സുജൂദിലാണ്. ഒരാകാശത്തിലുള്ള മലക്കുകളാവട്ടെ മുർഖിയത്തുൽ അജ്നിഹതി മിൻ ഹൈബത്തിഹി, സമിഅല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞു കഴിഞ്ഞാൽ 2 കൈ നമ്മൾ താഴേക്ക് തൂക്കിയിട്ടുകൊണ്ട് വിനയത്തോടുകൂടെ നിൽക്കുന്ന പോലെ ഒരാകാശത്തിലെ മലക്കുകൾ അങ്ങനെ നിൽക്കാനാണ് അള്ളാഹുവിന്റെ കൽപ്പന. മറ്റൊരാകാശത്തിലുള്ളതായ മലക്കുകൾ അവരാവട്ടെ സുജൂദിലാണ്. മറ്റൊരാകാശത്തിലെ മലക്കുകളാവട്ടെ അവർ അള്ളാഹുവിന്റെ മുന്നിൽ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു, തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലാറുള്ള തസ്ബീഹുകളൊക്കെ ആ മലക്കുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഈ രീതിയിലുള്ളതായ മലക്കുകളുടെ അമലുകളെല്ലാം അള്ളാഹു ക്രോഡീകരിച്ചു. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഫജമഅല്ലാഹു ദാലിക കുല്ലഹു ഫീ സ്വലാത്തിൻ വാഹിദ, പല ആകാശത്തിന്റെ മടക്കുകളിൽ കോണുകളിൽ അള്ളാഹുവിന്റെ മലക്കുകൾ പലരും പല രൂപത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ഖിയാമിനെയും റുകൂഇനെയും ഇഅ്തിദാലിനെയും സുജൂദിനെയും അള്ളാഹു നിസ്കാരം എന്ന് പറയുന്ന ഒറ്റ അമലിലേക്ക് കൊണ്ടുവന്നു. കറാമത്തൽ ലിൽ മുഅ്മിനീൻ, ആ നിസ്കാരങ്ങൾ നിർവഹിക്കുന്ന മനുഷ്യരെ ബഹുമാനിക്കാൻ, മുഅ്മിനീങ്ങളെ ബഹുമാനിക്കാൻ. ആകാശത്തിൽ മലക്കുകൾ ചെയ്യുന്ന ഓരോ മലക്കുകളും ഓരോ സെക്ഷനായി ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവനും ഒറ്റ അമലിൽ കൊണ്ടുവന്നുകൊണ്ട് മലക്കുകളെ അള്ളാഹു മനുഷ്യരെ അത് ചെയ്യാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചു. മലക്കുകളുടെ മുന്നിൽ ഒരു ഉത്തരം കൊടുക്കലും കൂടിയാണിത്.
ഭൂമിയിൽ കുഴപ്പക്കാരാണ് മനുഷ്യർ, അവരെ ഭൂമിയിലേക്ക് വിടണ്ട എന്ന് പറഞ്ഞതിന് മലക്കുകളെ നിങ്ങളെ പല ആകാശങ്ങളിലായി ചെയ്തു കൂട്ടിയത് മുഴുവൻ ഭൂമിയിൽ എൻ്റെ മനുഷ്യരാകുന്ന അടിമകൾ ഒറ്റക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഉത്തരം കൊടുക്കലാണ്. അതിനോടൊപ്പം തന്നെ മലക്കുകൾ ചെയ്യുന്നതിന്റെ പുറമെ വസാദഹുമുൽ ഖുർആന യത്ലൂനഹു ഫിഹാ, നിസ്കാരത്തിന്റെ അകത്ത് ഈ മുഅ്മിനീങ്ങൾ ഖുർആൻ പാരായണവും നടത്തുക വഴി മലക്കുകൾ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി മാറ്റുകൂടി. ഇപ്പൊ മലക്കുകൾ ചെയ്ത കഷ്ണം കഷ്ണമായി ചെയ്തിരുന്നതിനെ ഒന്നിപ്പിച്ച് ഒരു രൂപത്തിൽ കൊണ്ടുവന്ന നിസ്കാരം എന്ന അമലിൽ മലക്കുകളെക്കാൾ കൂടുതൽ മാറ്റുകൂട്ടാൻ വേണ്ടി ഇപ്പോൾ ഖുർആൻ പാരായണത്തിന്റെ മനോഹാരിത കൊണ്ട് അള്ളാഹു അലങ്കരിച്ചു. അതുപോലെ തന്നെ ശർത്തുകൾ, ഫർളുകൾ ഇതെല്ലാം കൊണ്ടുവന്നതിനൊരു ഘടന വീണ്ടും പരിപൂർണമാക്കി. പിന്നെയോ ആ നിസ്കാരത്തെ സമയത്തിൽ നിർവഹിക്കുക എന്ന ഒരു നിർദ്ദേശവും അള്ളാഹു നൽകി. ആ ഒരു നിർദ്ദേശമാണ് الذين يؤمنون بالغيب ويقيمون الصلاة സമയബന്ധിതമായി അതിന്റെ ആദ്യ അവസരത്തിൽ നിർവഹിക്കുന്ന ഒരു രീതിയെ മനുഷ്യരിൽ അള്ളാഹു ആവിഷ്കരിക്കുകയും ചെയ്തു. ഇങ്ങനെ മലക്കുകളുടെ മുന്നിൽ അള്ളാഹു ശ്രേഷ്ഠത കൂട്ടി, നിസ്കാരം വഴി മനുഷ്യനെ ആദരിക്കലിന്റെ മാറ്റുകൂട്ടി എന്ന് മഹാന്മാര് പഠിപ്പിക്കാം. അതുകൊണ്ട് ജീവിതത്തിൽ ഇതൊരു മുഖ്യമായ അമലായി മാറണം. അതിനുള്ള ശ്രമങ്ങൾ നമ്മളിൽ ഉണ്ടാവണം. നിസ്സാരമല്ല നിസ്കാരം. അള്ളാഹു നമുക്ക് അമല് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. പലപ്പോഴും ഈ നിസ്കാരത്തിന്റെ പല വിഷയങ്ങളും നമ്മൾ പറഞ്ഞിട്ടുള്ളതാ. ഇപ്പോൾ ഇതാ ഇതും പറഞ്ഞു വെക്കുന്നു. എന്റെ നഫ്സിനോട്, ആദ്യം എന്നെ കേൾക്കുന്നവരോട് അള്ളാഹുവെ നീ സ്വീകരിക്കണേ. അല്ലാഹു ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹുവെ നീ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാ. അള്ളാഹുവെ ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ഹലാൽ കൊണ്ട് ഹറാമിനെ അവഗണിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് എളുപ്പമാക്കുക അല്ലാ. മക്കളുടെ വിദ്യാഭ്യാസത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പഠിച്ച മക്കൾക്ക് അർഹമായ ജോലി അടുപ്പിക്കണേ അല്ലാ. കച്ചവടത്തിലും ബിസിനസ്സിലും നീ ബറക്കത്തും പുരോഗതിയും നൽകണേ അല്ലാ. പുതിയ ബിസിനസ് എന്ത് ചെയ്യണമെന്ന് തേടി നടക്കുന്നവരുണ്ട്, ഖൈറിന്റെ കവാടം നീ തുറന്നു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നീ തൗബ സ്വീകരിച്ചവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുക അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. മരുന്ന് ഫലിക്കാത്ത രോഗത്തെ തൊട്ട് കാക്കണേ അല്ലാ. ചികിത്സിച്ചാൽ മടുത്തു പോകുന്ന അവസ്ഥ തരല്ലേ അല്ലാ. പിശാച് ഞങ്ങളിൽ നിന്നും അകന്നു പോകുന്ന ഒരു സ്വഭാവം ഞങ്ങളിൽ നീ നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങൾ ചെയ്യുന്ന അല്പത്തിന് അധികം എന്ന രീതിയിൽ ഇരട്ടി എന്ന തോതിൽ നീ ഞങ്ങളുടെ അമലുകളെ പരിഗണിക്കണേ അല്ലാ. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ ചേർക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകുക അല്ലാ. മക്കളില്ലാത്തവർക്ക് ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത മക്കളെ നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വാഹനാപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഇഴജന്തുവിന്റെ ശർറിൽ നിന്ന് കാക്കണേ അല്ലാ. കണ്ണേറിൽ നിന്ന് കാക്കണേ അല്ലാ. സിഹറിൽ നിന്ന് കാക്കണേ അല്ലാ. നിന്റെ ഹബീബ് കാവൽ തേടിയിട്ടുള്ള എല്ലാ ശർറ് മുസീബത്തുകളിൽ നിന്നും കാക്കണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറ
بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.